കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ എന്താണ് ഭക്ഷണം യാത്ര ചെയ്യുന്ന പാതകൾ, അതായത് ഭക്ഷണം യാത്ര ചെയ്യുന്ന പാതകൾ പാത എന്ന് പറയുമ്പോൾ എന്താണ് അത് പല പല ഭാഗത്തു കൂടി സഞ്ചരിക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. ആ പല പല ഭാഗങ്ങളിൽ ഓരോന്നിലും എത്തുമ്പോൾ ഭക്ഷണത്തിന് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. വായിലെത്തുമ്പോൾ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു, പിന്നെ എന്താണ് ആമാശയത്തിലെത്തുമ്പോൾ, പിന്നെ പക്വാശയത്തിലെത്തുമ്പോൾ, ചെറുകുടലിലെത്തുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ശേഷം ചെറുകുടൽ കഴിയുന്നതോട് കൂടിയിട്ട് പിന്നെ ഭക്ഷണം എന്തല്ല, ഭക്ഷണത്തിന് നമ്മൾ എന്തെന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഭക്ഷണം പിന്നെ എന്തല്ല, ഭക്ഷണമല്ല നമ്മൾ പറഞ്ഞു അല്ലെ. കാരണം എന്താണ് ചെറുകുടലിൽ എത്തുമ്പോൾ പിന്നെ ഭക്ഷണത്തിന് സംഭവിക്കുന്നത്? അവിടെ ഭക്ഷണം എന്ന് വിളിക്കാതിരിക്കാൻ എന്താണ് കാരണം? ചെറുകുടലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഭക്ഷണത്തിനെ ഭക്ഷണമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിലുണ്ടായിരുന്നത് അതൊന്നും പിന്നെ അതിലില്ല. അത് ഒരു ഉപയോഗവുമില്ലാത്ത വെറും ഒരു മാലിന്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളെയെല്ലാം ശരീരം ആഗിരണം ചെയ്യുന്നു. അത് എവിടെ വെച്ച് ആഗിരണം ചെയ്യുന്നു? ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ആഹാരം വായിലെത്തുമ്പോൾ തന്നെ ദഹനത്തിന്റെ, ഡൈജഷന്റെ ഒരു സ്റ്റെപ്പ് അവിടെ നടക്കുന്നുണ്ട്. സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അത് പകുതി മാൾട്ടോസ് ആവുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്നിറങ്ങി ആമാശയത്തിലെത്തുമ്പോൾ വീണ്ടും അതില് പെപ്റ്റോണുകളും അതേപോലെ എന്താണ് കൊഴുപ്പിനെ ദഹിപ്പിക്കുക എന്ന് പറയുന്ന, കൊഴുപ്പിനെ വിഘടിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടി നടക്കുന്നു. അതുപോലെ പെപ്റ്റോണുകളായിട്ട് മാറുന്നു. അതുകൂടാതെ ലിവറിലെത്തുമ്പോൾ, ലിവറിന്റെ അതായത് ഡ്യൂഡനത്തിലെത്തുമ്പോൾ ലിവറിൽ നിന്നും പിത്താശയം അഥവാ ആഗ്നേയഗ്രന്ഥിയിൽ നിന്നും ഒക്കെ എന്താണെന്നാ പറയണത്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൂടിച്ചേരുന്നു. അതിന്റെ ഫലമായിട്ട് ഭക്ഷണത്തിന് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതെന്തായിട്ട് മാറുന്നു? മാൾട്ടോസ് ആയിട്ടും പെപ്റ്റൈഡ് ആയിട്ടും പിന്നെ ഫാറ്റി ആസിഡും ഗ്ലിസറോളൊക്കെ ആയിട്ട് മാറുന്നു. പിന്നെ അത് ചെറുകുടലിലെത്തുന്ന സമയത്ത് വീണ്ടും ചെറുകുടലിലെത്തുമ്പോൾ ഈ പറയുന്നതിന് വീണ്ടും രൂപമാറ്റം സംഭവിച്ചിട്ട് ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗാലക്ടോസ്, അതേപോലെ അമിനോ ആസിഡുകൾ, ഈ പറയുന്ന കാര്യങ്ങൾ അതേപോലെ എന്താണ് ഇതൊക്കെയായിട്ട് പൂർണ്ണമായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഈ മാറ്റങ്ങള് ഭക്ഷണത്തിന് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തിന് ഈ മാറ്റങ്ങൾ ഭക്ഷണത്തിന് സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആവശ്യം? എന്താണ് അതിന്റെ ആവശ്യം? ഇങ്ങനൊരു മാറ്റം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യം എന്താ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതേ രൂപത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിന് സ്വീകരിക്കാൻ സാധിക്കുമോ? സാധിക്കുമോ? ഇല്ല. അപ്പോ ഭക്ഷണമല്ല വേണ്ടത്, ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ എന്താണോ അതാണ് ശരീരത്തിന് വേണ്ടത്. ആ ധാതുക്കളെ ശരീരത്തിന് സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്ന പ്രവർത്തനം. അതായത് അവസാനം മാൾട്ടോസിനെ അല്ലെ, എന്താണ് ഏറ്റവും അവസാനം ചെറുകുടലിലെത്തുമ്പോൾ മാൾട്ടോസിനെ, അതേപോലെ പാലിലുള്ള ലാക്ടോസിനെ ഒക്കെ നേരിട്ടിട്ട് അതെന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗാലക്ടോസ് ആക്കി മാറ്റുന്നു. അതേസമയം കൊഴുപ്പിനെ വിഘടിപ്പിക്കുന്ന രണ്ട് സാധനങ്ങളാണ് കൊഴുപ്പിനെ വിഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത്, ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ഈ സാധനങ്ങളാണ് ശരീരം ഗ്ലിസറോളും ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ഈ രണ്ട് സാധനങ്ങളെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യണത്? വലിച്ചെടുക്കുന്നത്. രണ്ട് ഗ്രൂപ്പ് ഏതൊക്കെയാ? ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ലാക്ടോസ്. ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ലാക്ടോസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഗ്ലൂക്കോസ് തന്നെ. പിന്നെ രണ്ടാമത്തത് കൊഴുപ്പിനെ വിഘടിപ്പിക്കുന്ന ഗ്ലിസറോളും, പിന്നെ ഏതാണ്? ഫാറ്റി ആസിഡ്. ഇതാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഈ പറയുന്ന പിന്നെ അത് കൂടാതെ വിറ്റാമിൻസും പിന്നെ മിനറൽസും ഒക്കെ ഉണ്ട് കേട്ടോ, അതുണ്ട്. തൽക്കാലം മെയിനായിട്ട് നമുക്ക് വേണം, നമുക്ക് ജോലി ചെയ്യണമെങ്കിൽ ഊർജം വേണം, ശരീരത്തിന്റെ വളർച്ചയ്ക്ക് എന്ത് വേണം? വസ്തുക്കൾ വേണം. ഇതൊക്കെ പ്രധാനമായിട്ടും
നമുക്ക് ലഭിക്കുന്നത് ഈ പറയുന്ന ഘടകങ്ങളിൽ നിന്നാണ്. ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കോസിൽ നിന്നാണ്. അപ്പൊ ഗ്ലൂക്കോസ് വേണം, പിന്നെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും വേണം. അപ്പൊ ഇതെല്ലാം ഭക്ഷണത്തിന്റെ രൂപാന്തരങ്ങളായിട്ട് മാറുകയാണ്. ആ ഫൈനലായിട്ടുള്ള രൂപാന്തരം സംഭവിക്കുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. ചെറുകുടലിൽ വെച്ചിട്ട് രൂപാന്തരം സംഭവിക്കുക മാത്രമല്ല, ഈ രൂപാന്തരം സംഭവിച്ച സാധനങ്ങൾ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത്. ചെറുകുടൽ അഥവാ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പൊ എങ്ങനെയാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇത് ആഗിരണം ചെയ്യണത് നോക്കുക. അതാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് വിളിക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് സ്മോൾ അല്ല, അല്ലേ? ശരിയല്ലേ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു അത് ഏകദേശം 6 മീറ്ററോളം നീളമുണ്ട്. എത്ര? ഒരു മനുഷ്യന്റെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് 6 മീറ്ററോളം. എന്നാൽ വൻകുടൽ അഥവാ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് അത്ര ഇല്ല, അത് 1.5 മീറ്ററോ മറ്റുള്ളൂ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. അപ്പോൾ 1.5 മീറ്റർ ഉള്ള ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. 6 മീറ്റർ ഉള്ള സ്മോൾ ഇൻറ്റസ്റ്റൈൻ സ്മോൾ എന്നാണ് പറയുന്നത്. അതായത് 1.5 മീറ്റർ ഉള്ളത് ലാർജും 6 മീറ്റർ ഉള്ളത് സ്മോളും. അപ്പൊ എന്തായിരിക്കും അതിന് കാരണം? സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് വിളിക്കാം. 6 മീറ്റർ ഉണ്ട്, പക്ഷെ അതിന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് വിളിക്കുന്നത്. എന്താ കാരണം? അതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പ്രത്യേകത. അതിൻ്റെ വട്ടം വളരെ ചെറുതാണ്, ചെറിയ വട്ടം, വണ്ണം വളരെ ചെറുതാണ്. ഇടുങ്ങിയ ഒരു കുഴലാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇങ്ങനെ ഇടുങ്ങിയ കുഴലാക്കുകയും വളരെ നീളം കൂട്ടുകയും ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താ? വേറൊന്നല്ല, നമ്മള് ഒരു ഇടുങ്ങിയ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കാന്ന് വിചാരിച്ചു. നമ്മളൊരു ഇടുങ്ങിയ ഒരാൾക്ക് കഷ്ടിച്ച് കടന്നു പോകാനുള്ള ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരം രണ്ട് ഭാഗത്തും ഒരു മതിൽ കെട്ടിയിരിക്കുകയെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിലൂടെ ഒരാൾക്ക് കഷ്ടിച്ച് കടന്നു പോകാം. നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരഭാഗം ഈ മതിലിന്റെ 2 സൈഡിലും എന്ത് ചെയ്യും? ഒരയും, അല്ലേ? ഒരയിലേ? നമ്മുടെ ശരീരഭാഗം, അതായത് നമ്മുടെ ശരീരം നമ്മൾ അതിലൂടെ ഇങ്ങനെ തിങ്ങി പോകുമ്പോൾ അതിലൂടെ ഒരഞ്ഞിട്ടാണ് പോവുക. അങ്ങനെ ഒരഞ്ഞു പോകുമ്പോൾ മധുരമ്മ നമ്മളിങ്ങനെ ഒരഞ്ഞു പോകുക. അങ്ങനെ ഒരഞ്ഞു പോകുമ്പോഴാണ്, അതേപോലെ ഭക്ഷണം ഒരഞ്ഞു പോകുമ്പോഴാണ് ഈ ഭക്ഷണത്തിനെ നമ്മൾ ഈ പറഞ്ഞ ഗ്ലൂക്കോസും ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒക്കെ വലിച്ചെടുക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. കേൾക്കണ്ട? അങ്ങനെ ഒരഞ്ഞു പോകുന്നതിലൂടെയാണ് ആ വലിച്ചെടുക്കൽ എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. അല്ലാതെ നമ്മൾ തുറസായ സുഖമായിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചോ, അപ്പോ അവിടെ അതിൽ നിന്ന് അതൊന്നും ആഗിരണം ചെയ്യൽ നടക്കില്ല. ഇങ്ങനെ ചെറുകുടലിന്റെ ഭിത്തിയുമായി അല്ലെങ്കിൽ അതിന്റെ വോളുമായിട്ട് ഭക്ഷണത്തിന് കോണ്ടാക്ട് ഉണ്ടാക്കുക. കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള കോണ്ടാക്റ്റാ? ഈ ഉരച്ചിലൂടെ ഉണ്ടാകുന്ന കോണ്ടാക്ട്. ആ കോണ്ടാക്റ്റിലൂടെയാണ് ഭക്ഷണത്തിൽ നിന്ന് ഈ പറയുന്ന പോഷകങ്ങൾ ശരീരത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത്. അപ്പൊ ഈ കോണ്ടാക്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുകുടലിന് ഇത്രയും നീളം. അതായത് ഇപ്പൊ ഭക്ഷണം ഒരു ഉരുളയുടെ രൂപത്തിലാണ് പോകണമെന്ന് വിചാരിച്ചു ഈ കുടലിൻ്റെ ഉള്ളിലേക്ക്. ഈ ഉരുളയുടെ രൂപത്തിലാണ് പോകുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, ആ ഉരുള ഉരുണ്ടിട്ടാ പോകണമെന്ന് വിചാരിച്ചോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങള് ഇതിന്റെ ഭിത്തിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യപ്പെടുവോ? ഇല്ല. എന്നാൽ ചെറുകുടലിൽ ഭക്ഷണം അങ്ങനെ ഒരു ഉരുളയായിട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഉരുളയായിട്ട് ഇനി അവിടെ എത്തിയാലും അതിൻ്റെ ഉള്ളിലേക്ക് കറക്കേണ്ട താമസം ഈ ഉരുള മുറിയും, പിന്നെയും മുറിയും. അങ്ങനെ മുറിഞ്ഞ് അത് പല കഷ്ണങ്ങളായിട്ട് വീണ്ടും അങ്ങനെ ഒരു മിക്സിയിൽ കിടന്നിട്ട് ഇങ്ങനെ പല ഭാഗങ്ങൾ കിടന്നിങ്ങനെ അടിക്കില്ലേ, അതുപോലെ ഇതിങ്ങനെ പല ഭാഗങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങൾ വന്നിട്ട് ഭിത്തിയിൽ ഇങ്ങനെ ഉരയുന്ന പറയണത്. അതെങ്ങനെയാ അങ്ങനെ സംഭവിക്കുന്നത്? ഒരു അതിശയം തോന്നുന്നില്ലേ? ഒരു കുഴലിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഒരു ഉരുള പോലെ പോകുന്ന സാധനം നടുമുറിയേണ്ട ആവശ്യം എങ്ങനെയാ? അതിന് നമ്മൾ ചെറുകുടലിന്റെ കുഴല് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ചെറുകുടൽ എന്ന് പറയുന്ന കുഴൽ ഞാനിവിടെ വരയ്ക്കാം. ഇതാണ് ചെറുകുടലിന്റെ കുഴൽ. ഇതാണ് ചെറുകുടൽ എന്ന് വിചാരിച്ചു കേട്ടാ. ഇതിപ്പോ ഒരു സാധാരണ കുഴലാണല്ലോ. എന്നാൽ ഈ കുഴലിന്റെ അകത്ത് നമ്മുടെ വിരലുകൾ പോലെ, ശ്രദ്ധിക്കണ്ട, വിരലുകൾ പോലെ
കുറെ കുറ്റികൾ ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കുന്നെന്ന് പറയാം. നമ്മുടെ വിരലുകൾ നിൽക്കുന്നത് പോലെ. വിരലിങ്ങനെ പിടിച്ചിട്ട് നിന്നാൽ എങ്ങനെ ഉണ്ടാവും? അതിങ്ങനെ നിൽക്കുന്നത് പോലെ, ഈ വിരലുകൾ നിൽക്കുന്നത് പോലെ അടിയുന്നും മോളുന്നും സൈഡുന്നും ഒക്കെ ഇങ്ങനെ കുറെ കുറ്റികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉൾഭാഗത്ത് നമ്മൾ നോക്കിയാൽ കണ്ട ഇങ്ങനെ 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 അപ്പൊ ഇത് വട്ടം ഉണ്ടെങ്കിലും ഈ വട്ടത്തിന്റെ ഉള്ളിൽ കുറെ വിരലുകൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാ പറയുന്നത്. അപ്പോ ഉരുളയായിട്ട് ചെല്ലുന്ന ഭക്ഷണം വിചാരിക്കുക, ആമാശയത്തിൽ നിന്ന് നമ്മുടെ സ്റ്റൊമാക്കിൽ നിന്നു ഡ്യൂഡനത്തിലെത്തുന്ന ഭക്ഷണം അവിടെ നിന്ന് വീണ്ടും ഉരുണ്ട് ഉരുണ്ട് ഉരുളയായിട്ട് അവിടെ എത്തിയെന്ന് വിചാരിച്ചോ. ഇതിന്റെ ഉള്ളിലേക്ക് ആ ഉരുള കടക്കേണ്ട താമസം ഉരുള പൊട്ടും. പൊട്ടിയിട്ട് ഇതാ ഈ വിരലുകൾക്കിടയിലൂടെ വിരല് പോലെ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങൾക്കിടയിലൂടെ ഇതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പൊടിഞ്ഞ് അതിന്റെ ഓരോ ഭക്ഷണത്തിന്റെ ഓരോ തരിയും ഈ വിരല് പോലെ പൊന്തി നിൽക്കുന്ന വസ്തുവിൽ ഇങ്ങനെ തട്ടി ഒരഞ്ഞിട്ട് അങ്ങനെ പോവാന്നാ പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ദാ ഈ 6 മീറ്റർ ഭക്ഷണം സഞ്ചരിക്കുമ്പോൾ ഇതിന്റെ ഇങ്ങേ അറ്റത്ത് നിന്നും അങ്ങേ അറ്റത്തേക്ക് എത്തുമ്പോഴേക്കും ഭക്ഷണത്തിലെ എല്ലാ പാർട്ടിക്കിൾസും എല്ലാ കണങ്ങളും ഈ ചെറുകുടലിന്റെ ഭിത്തിയുമായിട്ട്, അപ്പൊ ഈ വിരല് പോലെ നിൽക്കുന്നതൊക്കെ ഭിത്തിയാണ് കേട്ടാ, അതിന്റെ ഭിത്തിയുമായിട്ട് അതിന്റെ വോളുമായിട്ട് എന്ത് ചെയ്യും? ഒരച്ചില് സംഭവിച്ചിട്ടുണ്ടാവും. ആ വോളുമായിട്ട് ഒരഞ്ഞിട്ടാണ് അത് പോയിട്ടുണ്ടാവുക എന്നാ പറയുന്നത്. കേൾക്കണ്ട? ഓരോ പാർട്ടിക്കിളും, അതായത് ഇവിടുന്ന് അങ്ങേയറ്റത്തെത്തുമ്പോഴേക്കും ഇതുമായിട്ട് ഒരച്ചിൽ സംഭവിക്കാത്ത ഒരു പാർട്ടിക്കിൾ പോലും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും അതെന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അതിലെ ആ പറയുന്ന ഘടകം, അത് ഗ്ലൂക്കോസ് ആണെങ്കിൽ ഗ്ലൂക്കോസ്, ലാക്ടോസ് ആണെങ്കിൽ ലാക്ടോസ്, സുക്രോസ് ആണെങ്കിൽ സുക്രോസ്, പിന്നെയോ ഗാലക്ടോസ് ആണെങ്കിൽ അത്, പിന്നെയോ അമിനോ ആസിഡ് ആണെങ്കിൽ അത്, ഗ്ലിസറോൾ ആണെങ്കിൽ അത് ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ടുണ്ടാവും എന്നാ പറയുന്നത്. ആര് വലിച്ചെടുത്തിട്ടുണ്ടാവും? ആരത് വലിച്ചെടുക്കുന്ന ആള്? ആരെ വലിച്ചെടുക്കുന്ന ആള്? നമ്മുടെ ആരാണ്? വോൾ. വോൾ എന്ന് പറഞ്ഞാൽ വോൾ വലിച്ചെടുത്തിട്ട് എന്താ കാര്യം? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തണം, വേണ്ടേ? അപ്പൊ നമ്മൾ പറയും നല്ല വിറ്റാമിൻ എ ഉള്ള ഭക്ഷണം കഴിക്കണം. എന്തിനാ വിറ്റാമിൻ എ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറയണത്? വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കൂ പറയാറില്ലേ വീട്ടില്? ഇലക്കറികളൊക്കെ കഴിക്കുക, അതിൽ വിറ്റാമിൻ എ ഉണ്ട് എന്ന് പറയും. എന്തിനത്? കേട്ടില്ലേ? മുരിങ്ങയുടെ ഇല കഴിക്കാൻ പറയും. എന്തിനത്? ബ്ലഡ് ഉണ്ടാവാനാ. മുരിങ്ങയുടെ ഇല, ചീരയുടെ ഇലയാണ് ബ്ലഡ് ഉണ്ടാവാൻ. മുരിങ്ങയുടെ ഇല എന്തിനാ? മുരിങ്ങയുടെ ഇല നമ്മൾ പറയില്ലേ, കണ്ണിന് നല്ല കാഴ്ച ശക്തി കിട്ടാൻ മുരിങ്ങയുടെ ഇല നല്ലതാന്ന് പറയും. കേട്ടുണ്ടാ? കണ്ണിന് നല്ലതാന്ന് പറയും. കാരണം മുരിങ്ങയുടെ ഇലയില് വിറ്റാമിൻ എ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിലൂടെ കഴിക്കുന്ന മുരിങ്ങയുടെ ഇല ഇങ്ങനെ ഇറങ്ങി ചെറുകുടലിലെത്തുന്നു. എന്നിട്ട് ആ വിറ്റാമിൻ എ, അതിൽ നിന്നുണ്ടാകുന്ന വിറ്റാമിൻ എ വീണ്ടും കണ്ണിലേക്കാണ് എത്തുന്നത്. കേൾക്കണ്ട? അപ്പൊ കണ്ണിലേക്ക് അത് ആരെ എത്തിച്ചു കൊടുക്കുന്നത്? ചെറുകുടലിൽ അവിടെ വന്നിട്ട്, ചെറുകുടലി തലയിൽ വന്ന് നിൽക്കണ്ട, ചെറുകുടലില് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. പിന്നെ അതെങ്ങനെ എത്തണത്? നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ആവശ്യമുള്ള സാധനങ്ങൾ വേണോ എന്ന് ചോദിച്ച് എത്തിച്ചു കൊടുക്കുന്ന ഒരാള് നമ്മുടെ ശരീരത്തിലുണ്ട്. അത്ര ഏത് സമയത്തും എല്ലായിടത്തും ഇങ്ങനെ ആളുണ്ടാവും എന്നാ പറയുന്നത്. ആരാളെന്നറിയോ അയാള്? ആരാ? ബ്ലഡ്. അതന്നെ. സംശയം ഉണ്ടെങ്കിൽ ഒരു മുട്ട് സൂചി എടുക്കുക, വിരലിന്റെ അറ്റത്തൊന്ന് കുത്തി വെക്കുക. അവിടെ നിന്ന് എന്ത് വരും? ബ്ലഡ് വരും. കാലിന്റെ അവിടെ നിന്ന് കുത്തി നോക്കുക, അവിടെയും വരും എന്താ? ബ്ലഡ്. ശരിയല്ലേ? അപ്പോ ഈ ബ്ലഡ് എന്ന് പറയുന്ന സാധനം എങ്ങനെയാ സഞ്ചരിക്കണത്? ബ്ലഡ് എന്ന് പറയുന്നത് ഒരു പാക്കറ്റിൽ കിടക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നമ്മുടെ ശരീരം ഒരു പാക്കറ്റായിട്ട് അതിൽ ബ്ലഡ് ഇങ്ങനെ തങ്ങി കിടക്കുകയാണോ ചെയ്യണത്? അല്ല. പിന്നെ എങ്ങനെ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നത്? എങ്ങനെയാ?
ആ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ വന്ന് വെറുതെ കിടക്കല്ല, ഒഴുകുകയാണത്രേ. നമ്മുടെ ശരീരം മുഴുവനും ബ്ലഡ് ഒഴുകുന്ന കുഴലുകളാണെന്നാ പറയുന്നത്. ചെറിയ കുഴലുകൾ, വളരെ ചെറിയ കുഴലുകൾ. എല്ലാ ഭാഗത്തു കൂടെയും ബ്ലഡ് ഒഴുകുന്നു. ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, വെറുതെ ഇരിക്കല്ല. ബ്ലഡ് അങ്ങനെ ഒഴുക്കുന്ന ഒരു പമ്പ് സെറ്റ് ഉണ്ട് നമ്മുടെ ശരീരത്തില്. ഏതാ പമ്പ് സെറ്റിന്റെ പേര് എന്നറിയോ? എന്താ പമ്പ് സെറ്റ് വിളിക്കുക നമ്മള്? കേട്ടിട്ടില്ലേ നിങ്ങളത്? രക്തം ഏത് സമയത്ത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. കാരണം രക്തം ഇങ്ങനെ നമ്മൾ അക്വേറിയത്തിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പമ്പ് വെച്ചിട്ടുള്ള കണ്ടിട്ടില്ലേ? എപ്പോഴും എയർ ഇങ്ങനെ, അക്വേറിയം കണ്ടിട്ടില്ലേ നിങ്ങള്? ആ അതില് എയർ എപ്പോഴും ഇങ്ങനെ എയർ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്ന പമ്പ് വരയ്ക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു പമ്പുണ്ട്. ആ പമ്പ് ഫുൾ ടൈം ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ, ഫിൽട്ടർ ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ശരീരത്തിലുണ്ട് അങ്ങനെ ഒരു സാധനം. എന്താണ് ആ സാധനത്തിന്റെ പേരെന്താ അറിയില്ലേ? ഞാൻ പറയണ അതിന്റെ പേരാണ് ഹൃദയം. ഹേർട്ട്, അതന്നെ. ആ ഹൃദയം ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഹൃദയം വർക്ക് ചെയ്യാതെ ആകുമ്പോ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവരും വരും. എന്തിനാ? അതന്നെ അല്ലേ? ആളുടെ ഹൃദയം നിന്നു എന്ന് പറയും. അപ്പോ അതാണ് ഇപ്പൊ ജനിച്ചിട്ട് മരിക്കുന്നത് വരെ അതിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഈ ബ്ലഡാണ് എല്ലായിടത്തും ഇത് എത്തിക്കുന്നത്. അപ്പോ ബ്ലഡിന് ഇത് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാ? അത് ചെറുകുടലിൽ അഥവാ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നാണ്. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഭിത്തി, ഇതിന്റെ പ്രതലം ഉണ്ടല്ലോ, ഇതിന്റെ തൊലി, സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് ഒരു കുടലാണെന്ന് പറഞ്ഞു. അതിന്റെ ആ കുടലിന്റെ ചുറ്റും പുറം ഭാഗത്ത് അതിന്റെ ചുറ്റും രക്തക്കുഴലുകളാണ്. ചെറിയ നേർത്ത രക്തക്കുഴലുകൾ ഇങ്ങനെ ആവരണം ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചുറ്റും മാത്രമല്ല, ഈ വിരല് പോലെ പൊന്തി നിൽക്കുന്ന ആ കുറ്റിയുടെ ഉള്ളിലൊക്കെ രക്തക്കുഴലുകൾ ഉണ്ട് എന്ന് പറയുന്നത്. അതിന് രക്തക്കുഴലുണ്ട് എന്ന് മാത്രമല്ല, ആ രക്തക്കുഴലിന്റെ പ്രത്യേകത വളരെ നേർത്ത കുഴലാണ് അവിടുത്തെ. ഇപ്പൊ നമ്മള് ശരീരത്തിന്റെ പുറത്ത് ഇതാ ഇവിടെയൊക്കെ രക്തക്കുഴലുണ്ട് കേട്ടാ. കയ്യുമ്മിലൊക്കെ രക്തക്കുഴലുണ്ട്, ഇത് കയ്യിന്റെ അടിയിലൊക്കെ ഉണ്ട്. നമ്മൾ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കുത്തി നോക്കിയാൽ ബ്ലഡ് വരും. പക്ഷെ നമ്മൾ കയ്യിന്റെ അടിയിൽ നോക്കിയാൽ രക്തക്കുഴൽ കാണാൻ പറ്റുമോ? നമുക്ക് കാണാൻ പറ്റുമോ? പറയൂ, നിങ്ങൾ വേഗം പറയൂ. ഇല്ല. എന്താ കാണാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? പറയൂ. ആണോ? ചെറുതാണെങ്കിലും കാണാൻ പറ്റുമല്ലോ. പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അതിന്റെ കാരണം കട്ടിയുള്ള ഒരു തൊലി അതിന്റെ മീതെ കൂടെ പോയിട്ടുണ്ട്. ആ കട്ടിയുള്ള തൊലി കാരണം കൊണ്ട് നമുക്ക് രക്തക്കുഴൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ പറ്റുന്നില്ല. അതായത് നമ്മുടെ തൊലിയൊക്കെ ഭയങ്കര കട്ടിയുള്ളതാണെന്നാ പറയണത്. തോന്നാറുണ്ടാ? തോന്നാറില്ലേ? തോന്നാറുണ്ട്. കണ്ട, നല്ല തൊലിക്കട്ടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അതാണ്. അപ്പോ നല്ല കട്ടിയുള്ള തൊലി എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തക്കുഴല് കാണാത്ത വിധത്തിലുള്ള തൊലിയാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഉള്ള തൊലി, ഇപ്പൊ നിങ്ങൾ വായയുടെ ഉള്ളില് ഈ ഭക്ഷണം പോകുന്ന പ്രദേശത്തൊക്കെ ഇതേ നിറമാണോ അതിന്റെ അകത്തുള്ള തൊലിക്ക്? പുറത്തുള്ള തൊലി പോലെയാണോ അത് അകത്തുള്ളത്? ആണോ? അല്ല അല്ലേ? അത് വ്യത്യാസമുണ്ട്. അത് ഒന്നും കൂടി ഇതിനെയും കാട്ടിയും കട്ടി ഒത്തിരി കൂടി കുറയും, കനം കുറയും അല്ലേ? ഒത്തിരി കൂടി കനം കുറയും. അതിനേക്കാൾ കനം കുറയും എന്നാ പറയണത്. ഏതിന്റെ തൊലി? ഈ പറയുന്ന ചെറുകുടൽ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ആ തൊലി, സ്കിൻ എന്ന് പറയുന്നത്. ആ സ്കിന്നിന് ഉള്ളിലുള്ള ബ്ലഡ് വെസൽസ്, ആ ബ്ലഡ് വെസലും ഈ സ്കിന്നും തമ്മിൽ, സ്കിന്നും ഏകദേശം ഒരേപോലെയാണ്, അല്ലെങ്കിൽ ഒരുപോലെയാണെന്നാ പറയാം. ഇപ്പൊ ഈ കോഴീനൊക്കെ വെട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ചില ഭാഗങ്ങളുണ്ട്, ഉൾഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ നീല കളറിലുള്ള ഞരമ്പ് നമുക്ക് കാണാം, തെളിഞ്ഞു കാണാം.
അല്ലേ? നല്ല വെളുത്ത ആൾക്കാരാണെങ്കിൽ ഞരമ്പ് ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റൂട്ടോ അവരുടെ ശരീരത്തിന്റെ കയ്യുമ്മലൊക്കെ നോക്കി കഴിഞ്ഞാൽ. ആ പക്ഷെ ഇത് എന്നാലും നമുക്ക് എന്താണെന്നാ പറയുന്നത്, ആ നീല കളർ മാത്രമേ കാണാൻ പറ്റുള്ളൂ, ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നതൊന്നും കാണാൻ പറ്റില്ല. അതിലൊന്നും കൂടി അത് ട്രാൻസ്പെറന്റ് ആവണം. ട്രാൻസ്പെറന്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയണത് എന്താ, ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയാ, അപ്പുറത്തുള്ളത് കാണുന്ന ചില കടലാസില്ലേ, ഇപ്പുറത്ത് നോക്കി അപ്പുറത്തുള്ളത് കാണുന്ന ചില കടലാസുകൾ, ചില്ല് കടലാസ് പോലത്തെ അതുപോലെ കവറുകൾ പോലെ അതേപോലെ ലോലമായിട്ടുള്ളതാണ്. അതിൻ്റെ അടിയിലൂടെയാണ് ഈ ബ്ലഡിന്റെ കുഴലുകൾ ഇങ്ങനെ പോയിരിക്കുന്നത്. അപ്പോ ആ ബ്ലഡിന്റെ കുഴലുകൾ ഇതിലൂടെ വരുമ്പോൾ ശ്രദ്ധിക്കുക, ആ ബ്ലഡിന്റെ കുഴലുകളിലേക്ക് എന്ത് ചെയ്യുന്നു എന്നാ പറയണത്, ബ്ലഡിന്റെ കുഴലുകളിലേക്ക് ഭക്ഷണം ഇതിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആ ബ്ലഡിന്റെ കുഴലിലേക്ക്, അതായത് രക്തലോമികയിലേക്ക്, രക്തത്തിന്റെ ആ ചെറിയ കുഴലിനെ വിളിക്കുന്ന പേരാണ് ലോമിക അഥവാ എന്താണ്, കാപ്പിലറീസ് എന്നാണ് വിളിക്കുക. നമ്മൾ എന്താ വിളിക്കുക നമ്മളതിനെ? കാപ്പിലറീസ്. രക്തലോമിക അഥവാ എന്താ വിളിക്കുക നമ്മൾ? കാപ്പിലറീസ്. കാപ്പിലറീസ് കേട്ടാ. അപ്പൊ ആ രക്തലോമിക അഥവാ കാപ്പിലറീസ്, ആ കാപ്പിലറീസിലേക്ക് ഭക്ഷണത്തിൽ നിന്നും, ശ്രദ്ധിക്കുക, ചെറുകുടലിലൂടെ കടന്നു പോകുന്ന ഭക്ഷണത്തിൽ നിന്നും ആ കാപ്പിലറീസിലേക്ക് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാ ഉള്ളത് ചെറുകുടലില്. ഭക്ഷണത്തിന് രൂപമാറ്റം സംഭവിച്ചൊക്കെ ചെറുകുടലിൽ എന്തൊക്കെയായി മാറിയിട്ടുണ്ട്? പറയൂ, എന്തൊക്കെ ആയി മാറിയിട്ടുണ്ട്? ആ ആ ആ അല്ലെ, നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രാക്ടോസ്, പിന്നെ ഏതാ, അമിനോ ആസിഡ്, പിന്നെ ഫാറ്റി ആസിഡ്, ഗ്ലിസറോള്. ഈ 5 സാധനങ്ങളല്ലേ എന്തിലൂടെ പോകുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഈ 5 സാധനങ്ങളാണ് പോകുന്നത്. അപ്പൊ ഈ 5 സാധനങ്ങൾ കടന്നു പോകുമ്പോൾ, സ്മോൾ ഇൻറ്റസ്റ്റൈനില് ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ വിരലുകൾ പോലെ ഉയർന്നു നിൽക്കുന്ന കുറെ ഭാഗങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലൂടെ തിക്കി തിരക്കിയിട്ടാണ് ഭക്ഷണം പോവുക. മനസ്സിലായില്ലേ? ഭക്ഷണം കഴിക്കുമ്പോഴേ സാധാരണ പറയും നല്ല നാരുള്ള ഭക്ഷണം കഴിക്കാൻ പറയും. നാരുള്ള ഭക്ഷണം, അതായത് നാരുള്ളത് എന്ന് പറഞ്ഞാൽ ഫൈബർ ഉള്ളത്. എന്തിനാ ഈ ഫൈബറുള്ള ഭക്ഷണം കഴിക്കാൻ പറയുന്നത്? അങ്ങനെ പറയണത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഫൈബറുള്ള ഭക്ഷണം കഴിക്കണം കേട്ടോ. എന്തിനാത്? എന്തിനാ? നിങ്ങൾ 3 നേരം പൊറോട്ട കഴിച്ചു നോക്കിയേ. 3 നേരം 2 ദിവസം അടുപ്പിച്ച് 3 നേരം പൊറോട്ട കഴിക്കുക. എന്താ സംഭവിക്കുക? 3 നേരം പൊറോട്ട കഴിച്ചാൽ പിന്നെ അവിടെ സംഗതി ബ്ലോക്കായി. പിന്നെ ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ടി വരും. അല്ലേ? പിന്നെ സംഭവം അവിടെ ബ്ലോക്കായി. കാരണം ഇതൊക്കെ കൂടി ഒരു പശ പോലെ ഇതിൻ്റെ ഉള്ളിൽ കയറി ഒട്ടിപ്പിടിച്ചാൽ ബ്ലോക്കായി. അപ്പൊ നാരുള്ള ഭക്ഷണം അടങ്ങിയാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകാൻ തിരുടി എളുപ്പമുണ്ടാവും. അതാണ് പറയുന്നത്. നാര് പോലുള്ള സാധനമാണെങ്കിൽ എവിടെ തങ്ങി നിൽക്കില്ല, അത് നേരെ അങ്ങനെ പോയിക്കോളും ആ നാര് കാരണം. മനസ്സിലായ? പശ പോലുള്ളതാണെങ്കിൽ അത് അതിൻ്റെ ഉള്ളില് പോകാത്തിരി ബുദ്ധിമുട്ടാവും. മനസ്സിലായില്ലേ? ആൾക്കാര് ബുദ്ധിമുട്ടുള്ളത് കണ്ടുണ്ട്. അങ്ങനെ TV-യിൽ ഇപ്പൊ നിറച്ച് അങ്ങനത്തെ പരസ്യങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളുടെ പരസ്യം അല്ലേ? TV തുറന്നു കഴിഞ്ഞാൽ കായം ടാബ്ലറ്റ് കേട്ടില്ലേ? നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത്. ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിക്കാതെ ടാബ്ലറ്റ് വാങ്ങി കഴിച്ചാൽ അവസാനം വേറെ അസുഖം വരും. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് ഇല്ലാത്തത്. പൊറാട്ട കഴിക്കണ്ടെന്നല്ല പറയണത്, അത് കുറച്ചൊക്കെ, അതും വല്ലപ്പോഴും. മനസ്സിലായ? ഭൂരിഭാഗ സമയത്ത് നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കും, നല്ല നാരുള്ള ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിക്കും. ഓക്കെ പറഞ്ഞു മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പൊ ഇതിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലെല്ലാം നിറച്ച രക്തക്കുഴലുകൾ ഇങ്ങനെ വന്ന് നിൽക്കല്ലേ? ആ രക്തക്കുഴലുകളിലേക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈനിലൂടെ കടന്നു പോകുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന് ലഭിക്കുന്ന ഗ്ലൂക്കോസ്,
ഫ്രാക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് ബ്ലഡിലേക്ക് കയറുന്നു എന്നാണ് പറയുന്നത്. ബ്ലഡിലേക്ക് ഏതൊക്കെ കയറുന്നു? പറയൂ, ഏതൊക്കെയാ? ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് ഏതൊക്കെയാ കയറുന്നത് ബ്ലഡിലേക്ക്? ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് ഏതൊക്കെയാ കയറണത്? അമിനോ ആസിഡ് ഇതൊക്കെ കയറുന്നു ബ്ലഡിലേക്ക്. ഏതൊക്കെ കയറുന്നു? ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, അമിനോ ആസിഡ്. അപ്പോ രണ്ട് സാധനം നമ്മൾ വിട്ടുപോയോ എന്നൊരു സംശയം. ഫാറ്റി ആസിഡും ഗ്ലിസറോളും. അപ്പൊ അതെന്താ ഞാൻ പറയാഞ്ഞ്? അത് മറന്നാണോ? അത് മറന്നതല്ല. അതായത് ഞാൻ ഈ വിരല് പോലെയുള്ള സാധനം ഞാൻ ഇങ്ങനെ വരയ്ക്കണം. ഇവിടെ സെപ്പറേറ്റ് വരയ്ക്കുക, ഇതൊരെണ്ണം വരച്ചില്ല. ഈ വിരല് പോലെയുള്ള സാധനത്തിന്റെ ഉള്ളിലേക്ക് ബ്ലഡ് വരുന്ന ഒരു കുഴലുണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് ബ്ലഡ് വരുന്ന കുഴല്. അപ്പൊ ഞാൻ പറഞ്ഞു ബ്ലഡ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു കൂടെ ഒഴുകി നടക്കണം. അപ്പൊ ഉള്ളിലേക്ക് ബ്ലഡ് വരുന്ന കുഴലുണ്ട്. ആ കുഴല് ശ്രദ്ധിക്കുക, ഉള്ളിലേക്ക് ബ്ലഡ് വരുന്ന കുഴല് ഇതാ ഞാനിങ്ങനെ വരച്ചു. ഇതിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ബ്ലഡ് ഇങ്ങനെ വീണ്ടും ചെറിയ കുഴലുകളായിട്ട് മാറും. ചെറിയ കുഴലിനെയാണ് നമ്മൾ വിളിക്കുക എന്താ? കാപ്പിലറീസ് അഥവാ എന്ന് വിളിക്കുക ലോമിക എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? കാപ്പിലറീസ് അഥവാ എന്താണ്? ലോമിക എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഈ കാപ്പിലറീസ് അഥവാ ലോമികയിലൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുമ്പോൾ, ഈ ഒഴുകുമ്പോഴാണ് ഭക്ഷണം വന്ന് ഇതുമ്മ തട്ടും. കണ്ട, ഭക്ഷണത്തിന്റെ പാർട്ടിക്കിൾ വന്നിട്ട് ഇതുമ്മ വന്നിങ്ങനെ ഒരയുമ്പോൾ ഇതിൽ നിന്ന് ഏതൊക്കെ സാധനങ്ങൾ അതിലേക്ക് കയറുക? ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, പിന്നെയോ ഗാലക്ടോസ്, പിന്നെയോ അമിനോ ആസിഡ്. അതൊക്കെ ഇതിലേക്ക് കയറുന്നു കാപ്പിലറീസ് അഥവാ ബ്ലഡിന്റെ കുഴലിലേക്ക്. ധമനി എന്താ പറയാ നമ്മള് ഇതിലേക്ക് കയറും. അപ്പോ നമ്മുടെ രണ്ട് സാധനങ്ങളുണ്ടല്ലോ, ഏതൊക്കെ? ഗ്ലിസറോളും ഫാറ്റി ആസിഡും. അതെവിടെ പോയി? ഗ്ലിസറോളും ഫാറ്റി ആസിഡും അത് പോകുന്നില്ലേ? അത് പോകുന്നുണ്ട്. അത് പോകുന്നത് വേറൊരു കുഴലിലേക്കാണെന്ന് പറയുന്നത്. വേറൊരു കുഴലുണ്ട്. ബ്ലഡിന്റെ കുഴല് കൂടാതെ വേറൊരു കുഴലും കൂടി ഇവിടെ ഉണ്ടെന്നാ പറയുന്നത്. ഏതാ വേറൊരു കുഴൽ? വേറൊരു കുഴൽ പറയട്ടെ. ഏതാ കുഴൽ എന്ന് പറയട്ടെ മാഷ്? അതായത് വേറെ ഒരു കുഴൽ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അല്ലേ, എല്ലാ ഭാഗത്തേക്കും പോഷകങ്ങളും ഓക്സിജനും ഒക്കെ എത്തിക്കുന്നത് ബ്ലഡ് ആണെന്ന് പറഞ്ഞു. എല്ലാ ഭാഗത്തേക്കും ഓക്സിജനും അതേപോലെ പോഷകങ്ങളും എത്തിക്കുന്നത് ബ്ലഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ, നമ്മുടെ ശരീരം ഉണ്ടാക്കിയുള്ളത് സെല്ലുകൾ കൊണ്ടാണല്ലോ. സെല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചേർക്കാണ് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ. ഈ സെല്ലുകൾക്കിടയിലൂടെ അല്ലെ ഈ പറയുന്ന ബ്ലഡിന്റെ കുഴലുകൾ, ഇങ്ങനെ ചെറിയ കുഴലുകൾ, അതായത് നമ്മൾ ഈ പറഞ്ഞ ധമനികൾ ഇങ്ങനെ പോയിട്ടുണ്ട്. തലങ്ങും വരങ്ങും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. മനസ്സിലായ? അപ്പോ ഇതിലൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുമ്പോൾ ബ്ലഡിൽ നിന്ന് ശ്രദ്ധിക്കുക, പോഷകങ്ങളും ഓക്സിജനും ദാ ഇവിടെ നിന്നും ഈ സെല്ലിന്റെ ചുറ്റും ഒരു ദ്രാവകത്തിലാണ്. ഒരു ദ്രാവകത്തിൽ റസ്ക് നമ്മൾ ചായയിൽ ഇങ്ങനെ മുക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് നമ്മുടെ സെല്ല് ഇങ്ങനെ കിടക്കുന്നത്. സെല്ല് ഒരു ദ്രാവകത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുക. ആ ദ്രാവകം വന്നത് ബ്ലഡിൽ നിന്ന് തന്നെയാണ് കേട്ടാ. കേൾക്കണ്ട? അപ്പൊ ആ ദ്രാവകത്തിൽ നിന്ന് ആ ദ്രാവകത്തിലേക്ക് ബ്ലഡിൽ നിന്ന്, അതായത് ബ്ലഡിൽ നിന്ന് അതൊരു ദ്രാവകമായിട്ടാണ് ഈ പറയുന്ന പോഷകങ്ങളൊക്കെ ഇങ്ങനെ ഊർന്നിറങ്ങും. ഇതിലേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങും. അങ്ങനെ ഊർന്നിറങ്ങിയിട്ട് ശ്രദ്ധിക്കുക, ഈ സെല്ലിന്റെ ഉള്ളിൽ സെല്ലിന് ലഭിക്കുന്ന ഗ്ലൂക്കോസിനെ സെല്ല് റെസ്പിറേഷൻ നടത്തിയിട്ട് അതായത് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശ്വസിക്കുക. നമ്മൾ ശ്വസിക്കുന്നില്ലേ? നമ്മൾ ശ്വസിക്കുന്നത് പോലെ നമ്മുടെ സെല്ലുകൾ, ഓരോ സെല്ലുകളും ശ്വസിക്കുന്നുണ്ട്.
നമ്മൾ ശ്വസിച്ചിട്ട് പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? ആ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്, അതായത് നമ്മുടെ ശ്വസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലുകളുടെ ശ്വസനമാണ്. ഇനി നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സെല്ലുകൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ വിസർജ്യങ്ങളും, സെല്ലിനും ഉണ്ടാകുന്നുണ്ട് വിസർജ്യങ്ങൾ. ആ വിസർജ്യങ്ങളും ഈ ചുറ്റുമുള്ള വെള്ളത്തിൽ എന്ത് ചെയ്യും? കലരും. കേൾക്കണ്ട? എന്നിട്ട് ഈ ചുറ്റുമുള്ള ഈ ദ്രാവകത്തിൽ അത് കലർന്നിട്ട്, വെള്ളമല്ല ദ്രാവകത്തിൽ കലർന്നിട്ട് ഈ ദ്രാവകങ്ങൾ ചില സ്പോട്ടില് ഈ ദ്രാവകങ്ങൾ ഒരു പ്രത്യേക കുഴലിലേക്ക് ഇങ്ങനെ പോകുന്ന പറയണത്. ബ്ലഡിന്റെ കുഴലല്ലാതെ പ്രത്യേക കുഴൽ. കേൾക്കണ്ട? ബ്ലഡിന്റെ കുഴല് സെപ്പറേറ്റ് ശരിക്കും കുഴലായിട്ടാണ് പോണത്. ഇതങ്ങനെയല്ല. ഇത് എവിടുന്ന ഈ കുഴല് എവിടുന്ന രൂപപ്പെടുന്നത് നമുക്കറിയില്ല. മനസ്സിലായ? അപ്പൊ ബ്ലഡിൽ നിന്നുണ്ടാകുന്ന ഈ ലിക്വിഡ്, ബ്ലഡിൽ നിന്നുണ്ടാകുന്ന ലിക്വിഡ് സെല്ലിന്റെ ചുറ്റും ചെന്ന് തളം കെട്ടും. എന്നിട്ട് ആ ലിക്വിഡ് കുറെയൊക്കെ ബ്ലഡിലേക്ക് തന്നെ തിരിച്ചു കയറും. പക്ഷേ കുറെയൊക്കെ പോകുന്നത് മറ്റൊരു കുഴലിലേക്കാണെന്നാ പറയണത്. മനസ്സിലായ? അങ്ങനെ ഈ സെല്ല് കിടക്കുന്ന ഈ ഫ്ലൂയിഡിനെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട് ടിഷ്യൂ ഫ്ലൂയിഡ് എന്നാ. കേട്ടിട്ടുണ്ടോ നിങ്ങളത്? ടിഷ്യൂ ഫ്ലൂയിഡ് കേട്ടിട്ടുണ്ട്? മറ്റേ മലയാളം മീഡിയംകാർ കേട്ടിട്ടുണ്ടോ? ടിഷ്യൂ ദ്രവം. ആയിക്കോട്ടെ, വേണ്ട, ഞാൻ പേരൊന്നും പറഞ്ഞില്ല. ഒരു ദ്രാവകം, ആ ദ്രാവകം ഈ കുഴലിലേക്ക് കയറുകയും ഈ കുഴലുകൾ എന്നിട്ട് കുറെ കുഴലുകൾ ഇങ്ങനെ ചേർന്നിട്ട് അവസാനം നമ്മുടെ ഹൃദയത്തിന്റെ അവിടെ എത്താറാവുമ്പോൾ അത് വീണ്ടും ബ്ലഡിലേക്ക് തന്നെ കയറും. മനസ്സിലാവുന്നുണ്ടോ പറയണത്? അങ്ങനെ ഈ കുഴല് ഇവിടെ ഓരോ സെല്ലിന്റെ ഭാഗത്തും, അതായത് സെല്ലുകൾ കൂട്ടം കൂടി നിൽക്കുന്ന ഭാഗത്തെല്ലാം ഈ ദ്രാവകം കയറുന്നതിനായിട്ടുള്ള ഈ കുഴലുകൾ രൂപപ്പെടുന്നുണ്ട്. അപ്പൊ ഈ കുഴല് ബ്ലഡിൽ നിന്നുണ്ടാകുന്ന ദ്രാവകം തന്നെയാണ് ഇതിൽ നിറഞ്ഞിരിക്കുന്നത്. പക്ഷെ ബ്ലഡിന്റെ നിറം നമുക്കറിയാം. ബ്ലഡിന്റെ നിറം എന്താ? റെഡ് അല്ലേ? വ്യത്യാസമൊന്നുമില്ലല്ലോ, റെഡ് അല്ലേ? എന്നാൽ ഇതിന്റെ അകത്തുള്ള ദ്രാവകത്തിന് അത്രയ്ക്ക് റെഡ് നിറമില്ല. അത്ര റെഡിഷ് അല്ല, അത് ഒരു യെല്ലോയിഷ് നിറമാണത്. യെല്ലോ നിറമാണത്. കേൾക്കണ്ട? ആ യെല്ലോയിഷ് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ നമ്മള് സെല്ലുകൾ കൂട്ടം കൂടി നിൽക്കുന്ന ഭാഗത്തു നിന്നെല്ലാം ഇതുപോലുള്ള കുഴലുകൾ രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ കുഴലുകൾ രൂപപ്പെടുമ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിംഫ് എന്ന് പറയും. ലിംഫ് എന്ന് പറയാം. എന്താ പറയാ നമ്മള്? ലിംഫ്. ലിംഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിംഫ്, അതായത് ടിഷ്യൂ ഫ്ലൂയിഡ് വരുന്നത് നോക്കുക, ശ്രദ്ധിക്കുക ഒരു മിനിറ്റ്. ലിംഫ് ആയിട്ടില്ല. ഇതിന് ആദ്യം ഒരു പേരുണ്ട്, ലാക്റ്റിയൽ എന്നാ പറയാ. ഇതിനെന്താ പറയുന്ന പേര്? ലാക്റ്റിയൽ. ലാക്റ്റിയൽ ചെന്ന് വലിയൊരു കുഴലിലേക്ക് ചെല്ലും. ആ വലിയ കുഴലിൽ ചെല്ലുമ്പോഴാണ് അതിനെ ലിംഫ് വാഹി എന്ന് പറയാം. അതിനെ പറയുന്ന പേര് ലിംഫ് വാഹി. ഇതിന്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിന്റെ പേര് ലിംഫ് എന്നാണ്. ശ്രദ്ധിക്കുക, എന്താണ് ഇതിന്റെ പേര്? ലിംഫ്. അപ്പൊ ഞാൻ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോ നോക്കൂ, ബ്ലഡ് ഓരോ സെല്ലിന്റെ അടുത്തേക്കും ചെല്ലുന്നത് ചെറിയ കുഴലിലൂടെയാണ്. ആ ചെറിയ കുഴലിനെ വിളിക്കുന്ന പേരാണ് ലോമിക അഥവാ എന്ന് വിളിക്കും നമ്മള്. ചെറിയ കുഴലിനെ, ബ്ലഡ് കൊടുക്കുന്ന ഏറ്റവും ചെറിയ കുഴലിനെ വിളിക്കുന്ന പേര് ലോമിക അഥവാ എന്താ? കാപ്പിലറീസ്. അതന്നെ, കാപ്പിലറീസ്. ചെറിയ കുഴലിനെ വിളിക്കുന്ന പേര് ലോമിക അഥവാ കാപ്പിലറീസ്. ആ ലോമികയിലൂടെ ഒഴുകുന്ന ബ്ലഡിൽ നിന്നാണ് ഒരു ദ്രാവകം കോശങ്ങൾക്ക്, സെല്ലുകൾക്ക് ചുറ്റും ചെല്ലുന്നത്. ആ ദ്രാവകത്തിലാണ് സെല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നത്. പോഷകങ്ങൾ ഏതൊക്കെയാണെന്ന് ഇപ്പൊ മനസ്സിലായി ഉണ്ടാവും. ഒന്നേതാ? ഗ്ലൂക്കോസ്, പിന്നെ ഫ്രാക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്. ഇതൊക്കെയാണ് അവിടെ ചെല്ലുന്നത് അല്ലേ? കേൾക്കണ്ട? അതുകൂടാതെ പിന്നെ ഓക്സിജൻ ഉണ്ടാവും. അതെല്ലാം സെല്ലുകൾ എടുക്കും. എന്താ കേൾക്കണ്ട? അപ്പൊ ഓക്സിജനും. അപ്പൊ ഇതെല്ലാം ഈ സെല്ലുകൾ ഇതിൽ നിന്ന് മേടിച്ചതിന് ശേഷം സെല്ലുകൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ അവശിഷ്ടം എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് അടക്കമുള്ള സാധനങ്ങൾ മറ്റൊരു കുഴലിലേക്കാണ് വിടുന്നത്. ആ കുഴലിനെ വിളിക്കുന്ന പേരാണ് ലാക്റ്റിയൽ. എന്ന് വിളിക്കുന്ന പേര് ലാക്റ്റിയൽ.
അപ്പോ ആ പറഞ്ഞ ലാക്റ്റിയൽ എന്ന് പറയുന്ന ഒരു കുഴലിതാ ഇവിടെയും ഉണ്ട്. ഇവിടെ ഈ വിരല് പോലുള്ള സാധനത്തിനും ഉണ്ട് എന്നാ പറയുന്നത്. കേൾക്കണ്ട? ലാക്റ്റിയൽ എന്ന് പറയുന്നത് കേൾക്കണ്ട? ഇതിന്റെ പേരെന്താ? ലാക്റ്റിയൽ. ലാക്റ്റിയൽ. ആ ലാക്റ്റിയലിനകത്തേക്കാണ് അത്രേ നമ്മുടെ ഗ്ലിസറോളും ഫാറ്റി ആസിഡും കയറി പോവാന്നാ പറയുന്നത്. ഓക്കെ, ഏതിനകത്തേക്ക് കയറി പോവാ? ലാക്റ്റിയലിനകത്തേക്ക് എന്ത് കയറി പോകുന്നു എന്നാ പറയുന്നത്? ഫാറ്റി ആസിഡ് കയറി പോകുന്നു. ഓക്കെ, പറഞ്ഞു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോ ഈ ഭാഗം നമുക്കൊന്ന് വായിക്കാം, എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് കിടക്കാം. അപ്പൊ ആ വിരല് പോലെയുള്ള ഭാഗത്തിന്റെ പേര് പറഞ്ഞില്ല കേട്ടാ. പേര് പറഞ്ഞ ഞാൻ ഇല്ല. അതിന് പറയുന്ന പേരാണ് എന്താ? വില്ലസ്. എന്നതിനെ പറയുന്ന പേര് വില്ലസ്. അപ്പൊ ഇതൊന്ന് ഫൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എങ്ങനെയാ? ചെറുകുടലിനകത്ത് വിരല് പോലെയുള്ള ഭാഗങ്ങളുണ്ട്, അതിന്റെ പേരാണെന്ത്? വില്ലസ്. വില്ലസിനകത്ത് എന്തൊക്കെ കാണാം നമുക്ക്? വില്ലസിനകത്ത് എന്തൊക്കെ കാണാം? ലാക്റ്റിയലും അതേപോലെ കാപ്പിലറീസും, ബ്ലഡ് കാപ്പിലറീസും അല്ലെ? അതിലെ ബ്ലഡ് കാപ്പിലറീസിലേക്ക് ഗ്ലൂക്കോസും ഗാലക്ടോസും അമിനോ ആസിഡും കയറുമ്പോൾ ലാക്റ്റിയലിലേക്ക് എന്ത് കയറുന്നു? ഗ്ലിസറോളും ഫാറ്റി ആസിഡും കയറുന്നു. ഓക്കെ, പറഞ്ഞു മനസ്സിലായ? ഓക്കെ, ഇനി ആ പുസ്തകത്തിൽ തന്നെ നോക്കാട്ടെ നമുക്ക്. നോക്കുക, അബ്സോർപ്ഷൻ ബിഗിൻസ്. ഇതാ ഇവിടെയാണ് നമുക്ക് പറയാനുള്ളത്. ഇത് നമ്മൾ പറഞ്ഞല്ലേ ഈ ബോക്സ്. നോക്കാം. Absorption of simple nutrients begins in the small intestine. How far is the structure of small intestine suitable for this? അപ്പോ ഈ ചെറിയ ലഘു ഘടകങ്ങളായിട്ടുള്ള ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ തുടങ്ങുന്നത് എവിടുന്നാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. എങ്ങനെയാണ് ഇതിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. നോക്കുക, പ്രിപ്പയർ. അത് നമുക്ക് ആവശ്യമുള്ളത് നമ്മളോട് നോട്ട് തയ്യാറാക്കാൻ പറയുന്നുണ്ട്. നോക്കൂട്ടാ, കണ്ട ഈ ചിത്രത്തിൽ നോക്കുക. നമ്മൾ ഈ പറഞ്ഞ ചെറുകുടലിന്റെ ഉള്ളിൽ വിരല് പോലെ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങൾ കണ്ട. പേരെന്താ? അതിന്റെ പേരെന്താ? വില്ലസ്. അതിന്റെ പേരെന്താ? വില്ലസ്. കേട്ടാ, വില്ലസിന്റെ ഉള്ളിൽ എന്തൊക്കെ കാണാം? ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്, ലാക്റ്റിയൽ ഉണ്ട്. ബ്ലഡ് കാപ്പിലറീസ് നോക്കിയാൽ രണ്ട് കളറിലാ ബ്ലഡ് കാപ്പിലറീസ് എടുക്കുന്നത് ഗ്ലൂക്കോസും ഫ്രാക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും. ലാക്റ്റിയലോ ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ഇതൊക്കെ ഉണ്ടാകുന്നത് എവിടെ വെച്ചിട്ടാ? ഇതെല്ലാം ഉണ്ടാകുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ് ഇതിനൊക്കെ രൂപാന്തരം സംഭവിക്കുന്നത്. അപ്പൊ ഉണ്ടാകുന്ന മാത്രയിൽ അത് ഇതിലേക്ക് കയറി പോകുന്നു എന്നാ പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ കുഴലുകള് മാഷ് പറയണത് കേൾക്കുക. ഈ കുഴല് കണ്ട, ബ്ലഡിന്റെ കുഴലൊന്നും കാണിച്ചു തരാം, ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് കണ്ട, രണ്ട് നിറം കണ്ട, ബ്ലൂ കളറും ഉണ്ട്, റെഡ് കളറും കണ്ട. രണ്ടും ബ്ലഡ് തന്നെയാണ്. രണ്ടും ബ്ലഡ് തന്നെയാണ്. ഏതാ? ബ്ലൂ കളറിലുള്ളതും ബ്ലഡ് തന്നെ, റെഡ് കളറിലുള്ളതും ബ്ലഡ് തന്നെ. അപ്പൊ ഇതെന്താ രണ്ട് കളർ കൊടുക്കുന്നത്? അതായത് ഈ ബ്ലൂ കളറിൽ വരുന്നത് എന്ന് പറയുന്നത്, ബ്ലൂ കളറിലുള്ളത് എന്ന് പറഞ്ഞാൽ, ആദ്യം റെഡ് കളർ എടുക്കാം. റെഡ് കളറിൽ വരുന്ന ബ്ലഡ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, അത് ഓക്സിജൻ നിറച്ചതിന് ശേഷം വരുന്ന ബ്ലഡാണ് റെഡ് കളറിൽ വരുന്നത്. ഓക്സിജൻ നിറഞ്ഞ ബ്ലഡാണ് ഇതിൽ വരുന്നത് റെഡ് കളറിൽ വരുന്നത്. മനസ്സിലായ? അങ്ങനെ ഓക്സിജൻ നിറഞ്ഞ ബ്ലഡ് ഇതിന്റെ വില്ലസിന്റെ അകത്തെത്തുമ്പോൾ അതിന്റെ കയ്യിലുള്ള ഓക്സിജൻ ആർക്ക് കൊടുക്കും? അത് വില്ലസിന് കൊടുക്കും. അതായത് ചെറുകുടലിനും നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും പ്രവർത്തിക്കണമെങ്കിൽ എനർജി വേണം. മനസ്സിലായ? അപ്പൊ എനർജി വേണമെങ്കിൽ ആ എനർജിക്ക് അവർക്ക് പ്രധാനമായിട്ട് വേണ്ട സാധനമാണ് ഓക്സിജൻ. കേട്ടാ? അപ്പൊ ആ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആർക്ക് കൊടുക്കുന്ന പറയണത്? വില്ലസിന് കൊടുക്കും. മനസ്സിലായ?
അത് വില്ലസിന് കൊടുത്തിട്ട് ആ വില്ലക്സിന് കൊടുക്കും. വില്ലസിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡായി മാറിയത്. അങ്ങനെ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് എന്നുള്ള നിലയ്ക്കാണ് ഇതിന് എന്ത് കളർ കൊടുത്തുള്ളത്? ബ്ലൂ കളർ കൊടുത്തുള്ളത്. കണ്ട? അപ്പൊ റെഡ് കളറുള്ള ഓക്സിജൻ ഉള്ള ബ്ലഡിനെ നമ്മൾ വിളിക്കുന്ന പേര് ആർട്ടറി എന്നാണ്. ആ കുഴലിനെ വിളിക്കുന്ന പേര് കണ്ട? ആർട്ടറി. ആർട്ടറി അഥവാ ധമനി എന്നാണ് വിളിക്കുക അതിനെ. എന്താ വിളിക്കുക നമ്മളതിനെ? ധമനി അഥവാ ആർട്ടറി. എന്നാൽ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? അതിനെ നമ്മൾ വിളിക്കുന്ന പേര് വെയിൻ, സിര എന്ന് പറയും. കേൾക്കണ്ട? അപ്പൊ അതാണ് ഈ ബ്ലൂവും റെഡും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായ? സംശയമൊന്നുമില്ലല്ലോ അതിന്? അപ്പൊ ഇവിടെ ഈ കളർ മാറുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ കളർ മാറുന്നതിന്റെ ഒപ്പം ഇവിടെ ഓക്സിജൻ പോയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞു ഇതില്. ഒപ്പം ഇതില് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഗ്ലൂക്കോസും ഫ്രാക്ടോസും ഗാലക്ടോസും ഇതിൽ നിറയുന്നുണ്ട്. കേൾക്കണ്ട? നീല കളറിലാണ് അത് നിറഞ്ഞിരിക്കുന്നത്. കാരണം അത് വന്ന് പോവല്ലേ, ഇത് തിരിച്ചു പോവല്ലേ, അതാണ്. ഓക്കെ. അപ്പോ ഇനി ബില്ലസ് എന്ന് നമ്മൾ എല്ലാത്തിനും കൂടി പറയുന്ന പേരാണ് ബില്ലസ്. ഒരെണ്ണത്തിനെ പറയുമ്പോൾ വില്ലി എന്നാ പറയാ. എന്നാ പറയാ നമ്മള്? വില്ലി. വില്ലി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? വില്ലി ആർ സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ സീൻ ഓൺ വാൾസ് ഓഫ് ഇൻഡസ്റ്റൈൻ. ഇൻഡസ്റ്റൈൻ്റെ പ്രതലത്തിൽ കാണുന്ന വിരല് പോലെയുള്ള ഭാഗമാണ് വില്ലി. ദീസ് ഇൻക്രീസ് ദ സർഫേസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ടു ഗ്രേറ്റ് എക്സ്റ്റെന്റ് വിത്തിൻ സ്മോൾ ഇൻഡസ്റ്റൈൻ. അപ്പോ ഈ വില്ലികൾ ഇങ്ങനെ വിരല് പോലെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കണികകൾക്ക് ഉരയാനുള്ള സാധ്യത കൂടും. ഒരച്ചിൽ കൂടുതൽ സംഭവിക്കും അല്ലേ? മാഷ് പറഞ്ഞത് മനസ്സിലായ? അപ്പൊ ആ ഒരച്ചിൽ കൂടുതൽ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയുള്ളത്. ആ ഒരച്ചിൽ കൂട്ടുന്ന പ്രതലത്തിന്റെ അളവ് കൂട്ടുക, അതാണ് ഏരിയ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോ villi are covered with a single layer of cells. They are also contain blood capillaries and lacteals. The lymph capillaries water soluble. Simple nutrients are absorbed into blood. അതിൽ ഇതെല്ലാം ബ്ലഡിലേക്ക് കലരുന്നു. You can assume by why fatty acid and glycerol are not absorbed into blood. അപ്പോ നോക്കുക, വില്ലി ആർ കവേർഡ് വിത്ത് സിംഗിൾ ലെയർ ഓഫ് സെൽ. ഇത് വില്ലി ഞാൻ പറഞ്ഞില്ലേ കനം കുറഞ്ഞാണെന്ന് പറഞ്ഞില്ലേ. നമുക്ക് ബ്ലഡിന്റെ ഞരമ്പുകൾ നമുക്കിങ്ങനെ ബ്ലഡിന്റെ കുഴലുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു എന്താ പറയാ, ഒരു ആടിന്റെ പോത്തിന്റെ എങ്ങാനും ആടിന്റെ ബോട്ടിന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബോട്ടി തിന്നുണ്ടോ നിങ്ങൾ? ഈ ബോട്ടിയുടെ പടമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബോട്ടി എന്ന് പറഞ്ഞാൽ എന്താ? കുടലാണ് സാധനം. കണ്ടാ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ബോട്ടി കണ്ടിട്ടുണ്ടാ? ബോട്ടി കൂട്ടാൻ വെച്ചിട്ട് കണ്ടിട്ടുണ്ടോന്നല്ല, അതിന്റെ മുന്നേ കണ്ടിട്ടുണ്ടാ? അതിന്റെ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാ. ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ. അതിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉള്ളിൽ കാണാം ഇങ്ങനെ ഓരോ സാധനം ഇങ്ങനെ കുമ്പള പോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അപ്പോ ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് ലാക്റ്റിയൽസ്. അപ്പോ ഇതില് വാട്ടർ സൊല്യൂബിൾ സിമ്പിൾ ന്യൂട്രിയൻസ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ്. ശ്രദ്ധിക്കുക, ബ്ലഡിലേക്ക് കയറുന്നത് വെള്ളത്തിൽ ലയിക്കുന്ന സാധനങ്ങളാണ് ബ്ലഡിലേക്ക് കയറുക. അതാണ് ഗ്ലൂക്കോസും അമിനോ ആസിഡും ഒക്കെ ബ്ലഡിലേക്ക് കയറാനുള്ള കാരണം. മനസ്സിലായ? വില്ലി കവേർഡ് വിത്ത് സിംഗിൾ ലെയർ ഓഫ് സെൽ. ദേ ഓൾസോ കണ്ടെയ്ൻ ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് ലാക്റ്റിയൽസ്, ലിംഫ് കാപ്പിലറീസ്. ലാക്റ്റിയൽസ് എന്ന് പറഞ്ഞാൽ അതെന്താണ് സാധനം? ലിംഫ് കാപ്പിലറീസിന്റെ പേരാണ് ലാക്റ്റിയൽ. ശ്രദ്ധിക്കുക, ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞുതരാം. അത് നോക്കുക. മാഷ് ഇവിടെ വരച്ചപ്പോഴേ ഇതേ നോക്ക, കണ്ട ബ്ലഡിന്റെ കുഴല് ധമനിയാണ് ലോമികയായിട്ട് മാറുന്നത്. ധമനി അഥവാ എന്തുട്ടാ? എന്താ പറയാ? ആർട്ടറി അല്ലെ? ധമനി അഥവാ എന്താണ്? ആർട്ടറി ആണ് എന്തായിട്ട് മാറുന്നത്? ലോമികയായിട്ട് മാറുന്നത്. ശ്രദ്ധിക്കൂ, ഇതെവിടെ കണ്ടില്ലേ? ആർട്ടറി. അതന്നെ, ആർട്ടറി എന്തായിട്ട് മാറുന്നു? ലോമികയായിട്ട് മാറുന്നു. ശ്രദ്ധിക്കൂ, ആർട്ടറി ആണ് ലോമിക അഥവാ കാപ്പിലറീസ് ആയിട്ട് മാറുന്നത്. ഈ കാപ്പിലറീസ് വീണ്ടും ചേർന്നിട്ടാണ് വെയിൻ ആയിട്ട് മാറുന്നത്. ശ്രദ്ധിക്കാട്ടാ, ആർട്ടറി എന്തായിട്ട് മാറും? കാപ്പിലറീസ് ആയിട്ട് മാറും. അതായത് ആർട്ടറി, ഇതിപ്പോ ആർട്ടറി എന്ന് വെച്ചാൽ ഇത് ഒറ്റ കുഴൽ, ഇത് ആർട്ടറി. ഇതിൽ ചെറിയ കുഴലുകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ കുഴലിന് വിളിക്കുന്ന പേരാണെന്ത്?
ഇതിപ്പോ ആർട്ടറി, ഇതാ ഇത് വേറെ കുഴൽ, 5 കുഴലുകൾ വേറെ വന്നു. അപ്പൊ ഈ 5 കുഴലുകൾ, ആർട്ടറിയിൽ നിന്നുണ്ടായ 5 കുഴലുകളെ നമ്മൾ കാപ്പിലറി എന്ന് വിളിക്കും. ഈ 5 കുഴലുകൾ പിന്നെ വേറെ നോക്കുക, 5 കുഴലുകൾ തമ്മിൽ ഇങ്ങനെ ചേർന്നിട്ട് ഈ പറഞ്ഞ ഗ്ലൂക്കോസും ഫ്രാക്ടോസും ഗാലക്ടോസും ഒക്കെ അതിൽ കയറിയിട്ട് വീണ്ടും ഈ 5 കുഴലുകൾ ചേർന്നിട്ട് ഒറ്റ കുഴലായിട്ട് മാറും. അപ്പൊ ഇതിന്റെ പേര് മാറി. ഇതിന്റെ പേരെന്തായി? വെയിൻ എന്നായി. അല്ല, വെയിൻ എന്തായിട്ട് മാറി? വെയിൻ. അപ്പൊ ഈ കണ്ട കാപ്പിലറീസ് വേർപിരിഞ്ഞിട്ട് എന്താ പറയാ നമ്മള്, ആർട്ടറി ഇങ്ങനെ ചെറുതായിട്ട് കാപ്പിലറി ആയിട്ട് മാറും. കാപ്പിലറി വീണ്ടും ഒന്ന് ചേരുമ്പോ എന്താവും? വെയിനായിട്ട്. മനസ്സിലായ? അതായത് ധമനി എന്ന് പറയുന്നത് ചെറിയ ഞരമ്പുകളായിട്ട് മാറുമ്പോ അതിനെ വിളിക്കുന്ന പേരാണ് എന്നാ വിളിക്കുക? ഒരു മിനിറ്റ് കേട്ടാ. കുട്ടികളെ ഒരു മണിക്ക് നിങ്ങളിടാട്ടാ. നിങ്ങൾ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിച്ചോ? 1 മണിക്ക് നിങ്ങളിടാട്ടാ. ഓക്കെ, നോക്കൂ. അപ്പൊ ഇതിങ്ങനെ വേർപിരിഞ്ഞിട്ട് ഇത് എന്തായിട്ട് മാറുന്നു? എന്താ നമ്മൾ പറഞ്ഞ? കാപ്പിലറി ആയിട്ട് മാറുന്നു. കാപ്പിലറി വീണ്ടും ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? വെയിൻ ആയിട്ട് മാറുന്നു. അതായത് ധമനി, കാപ്പിലറി, പിന്നെ കാപ്പിലറി, എന്നിട്ട് അത് വീണ്ടും എന്താ? വെയിൻ അഥവാ എന്താ പറയാ? സിര. ഓക്കെ, മനസ്സിലായ? അതേപോലെ നോക്കുക, ലാക്റ്റിയൽ എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ നിന്ന് വരുന്ന ദ്രാവകം ഒരു കുഴലിലേക്ക് മാറുമ്പോൾ ആ കുഴലിനെ പറയുന്ന പേരാണ് ലാക്റ്റിയൽ. ആ കുഴലുകൾ എന്ന് പറഞ്ഞാൽ കുറെ കുഴലുകളുണ്ട്, കുഞ്ഞു കുഴലുകൾ. ആ കുഞ്ഞു കുഴലുകൾ വന്ന് ചേരുന്ന വലിയ കുഴലിനെ വിളിക്കുന്ന പേരാണ് ലിംഫ്. മനസ്സിലായോ? ലിംഫ്. മനസ്സിലായ? അപ്പൊ ലാക്റ്റിയലിന്റെ ഉള്ളിലുള്ളതും ലിംഫിന്റെ ഉള്ളിലുള്ളതും ഒക്കെ ഒന്ന് തന്നെയാണ്. അതിനെ പറയുന്ന പേര് ലിംഫ് എന്ന് തന്നെയാണ്. ലാക്റ്റിയലിന്റെ ഉള്ളിലുള്ളതും ലിംഫിന്റെ ഉള്ളിലുള്ളതൊക്കെ ലിംഫ് എന്നാണ്. ആ ദ്രാവകത്തിന്റെ പേരെന്താ? ലിംഫ്. ലാക്റ്റിയലിന്റെ ഉള്ളിലുള്ളത് സാധനം ഈ സെല്ലിന്റെ ചുറ്റും കിടക്കുമ്പോ അതിനെ നമ്മൾ ഇതെന്ന് പറയും. അതിന് പറയുന്ന പേര് ടിഷ്യൂ ഫ്ലൂയിഡ് എന്നാണ്. മനസ്സിലാവുണ്ടാ പറയാം? ടിഷ്യൂ ഫ്ലൂയിഡ്. അപ്പോ ഒരു സാധനത്തിന് തന്നെ സ്ഥാനം മാറുമ്പോൾ പേര് മാറുകയാണ്. ഈ സെല്ലിന്റെ ചുറ്റും കിടക്കുമ്പോൾ ഇതിന്റെ പേര് ടിഷ്യൂ ഫ്ലൂയിഡ് എന്നാണ്. അത് ലാക്റ്റിയലിന്റെ ഉള്ളിലേക്ക് കയറുന്നു, എന്നിട്ട് ലിംഫിന്റെ ഉള്ളിലേക്ക് കയറുന്നു. ഈ കുഴലിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതിന്റെ പേര് മാറി. എന്തായി? അത് ലിംഫ് ആയി. ലിംഫായി മാറി. എന്തായി മാറിയത്? ഇനി എന്താണ് ലിംഫ് എന്ന് ചോദിച്ചാൽ ബ്ലഡിന്റെ ഭാഗം തന്നെയാണ് ലിംഫ്. ബ്ലഡിന്റെ ഭാഗം തന്നെയാണ് ഇത് ലിംഫ്. ഇനി ബ്ലഡും ലിംഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രധാനപ്പെട്ട വ്യത്യാസം വെച്ചാൽ ബ്ലഡില് ബ്ലഡ് സെൽസ് ഉണ്ടായിരിക്കും, ലിംഫിൽ ആ സെൽസ് കുറവായിരിക്കും. പിന്നെ ബ്ലഡില് വാട്ടറിന്റെ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ വാട്ടറിന്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ടാണ് ബ്ലഡിലേക്ക് ഏത് പോകുന്നത്? ഗ്ലൂക്കോസും ഗാലക്ടോസും അമിനോ ആസിഡും ഒക്കെ വെള്ളത്തിൽ ലയിക്കുന്ന സാധനങ്ങളാണ്. നമ്മൾ സസ്യങ്ങളുടെ പാഠം പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അതില് എന്തുകൊണ്ട് സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ സ്റ്റാർച്ച് ആക്കി വെക്കുന്നു? എന്തുകൊണ്ടാണ് സ്റ്റാർച്ച് ആക്കി വെക്കുന്നത്? അതിന്റെ കാരണം പഠിച്ചിട്ടുണ്ട്. എന്താ സ്റ്റാർച്ച് ആക്കി വെക്കാനുള്ള കാരണം? സ്റ്റാർച്ച് ആക്കി വെച്ചില്ലെങ്കിൽ ഗ്ലൂക്കോസ് ആക്കി വെച്ചാൽ ഒരു മഴ പെയ്ത് അത് കംപ്ലീറ്റ് മണ്ണിലേക്ക് പോകും. മനസ്സിലായ? അല്ലെങ്കിൽ മണ്ണിന്ന് വരുന്ന വെള്ളത്തിലെ ലയിച്ചിട്ട് അത് വീണ്ടും മണ്ണിലേക്ക് തന്നെ പോകും. അതാണ് അതിന് സ്റ്റാർച്ച് ആക്കി വെക്കുന്നത്. അപ്പൊ ഇത് വെള്ളത്തിൽ ലയിക്കുന്നതായതുകൊണ്ട് കണ്ട, they also contain blood capillaries and lacteals, lymph capillary. Water soluble simple nutrients are absorbed into blood. You can assume why fatty acid, glycerol are not absorbed into blood. അതേസമയം ഫാറ്റി ആസിഡും ഗ്ലിസറോളും വെള്ളത്തിലേക്ക് കയറില്ല. ഇത് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് 90% ഓഫ് വാട്ടർ ടേക്ക് പ്ലേസ് ത്രൂ ബില്ലി. അപ്പൊ അതൊക്കെ അത് നടക്കുന്നത് ഏതിലേക്കാണ്? അത് നടക്കുന്നത് ഇതിലേക്കാണ്. ഏതാ? ലിംഫ് ഡക്റ്റിലേക്കാണ്. ലിംഫ് ഡക്റ്റ് അഥവാ എന്താ പറയുക? ലിംഫ് വാഹി എന്ന് പറയും. ലിംഫ് വാഹി അഥവാ ലിംഫ് ലാക്റ്റിയൻ എന്താ പറയുക? നമ്മളത് ലാക്റ്റിയൻ. ഓക്കെ. അപ്പൊ തൽക്കാലം ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം കേട്ടോ. കേട്ടില്ലേ? അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇന്നൊരു പരീക്ഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 മണിക്ക് വെച്ചാലോ രാത്രി? നമുക്ക് 8 മണിക്ക് ഇടാം പരീക്ഷ കേട്ടോ. എത്ര മണിക്കാ ക്ലാസ് കഴിയുക? 8 മണിക്ക് കഴിയില്ല. അപ്പൊ 8:30 ഇടാം കേട്ടോ. 8:45 ഇടാം പരീക്ഷ. 8:45 ഇടാം പരീക്ഷ കേട്ടോ. ഓക്കെ. ശരി. ഞാൻ വോയിസ് ഇടാം പരീക്ഷ ഇടണം എന്റെ മുന്നേ കേട്ടോ. ശരി. ഓക്കെ.
ഗുഡ് ബൈ.